ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുവാൻ സമയമായി. കാരണം നാം ജീവിക്കുന്ന ഈ കാലയളവിനെ അന്ത്യകാലമെന്ന് വിളിക്കുന്നതായിരിക്കും ഏറെ ശരി. ഈ ലോകം അത്രമാത്രം വഷളായി കഴിഞ്ഞതാണ് അതിന് കാരണം. ക്രിസ്തുനാഥന്റെ മടങ്ങി വരവിന് മുന്നൊരുക്കമായി ആകാശത്തിലും ഭൂമിയിലുള്ളതൊക്കെയും സംഭവിക്കണമെന്ന് ദൈവഭക്തരായ ദാർശനികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള നിരവധി പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട്. പഴയ പുതിയ നിയമങ്ങളിൽ 1845 പ്രാവശ്യം ക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുള്ളതായി കണക്കാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ സമാധാനപൂർണമായ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനമായ വിശുദ്ധ ബൈബിളിൽ 27% പ്രവചനങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അത് മനുഷ്യവർഗത്തിന് കൈമാറിയിട്ടുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവയിൽ പലതും നിവൃത്തിയായി. ബാക്കിയുള്ളവ ഈ അന്ത്യകാലത്ത് അത്ഭുതകരമായി നിവർത്തീകരിക്കപ്പെടുന്നു. ബൈബിളിൽ ദൈവത്തിൻ്റെ വചനമാണ് എന്നതിന് ശക്തമായ ഒരു തെളിവ് കൂടിയാണിത്. ബൈബിളിലെ പ്രവചന നിവർത്തി വാക്കും ഭാഷണവും കൂടാതെ തന്നെ ഈ മകൾ സത്യത്തെ ഉറപ്പിക്കുന്നു. ബൈബിളിലെ ഭാവികാല ശൃംഖലയിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ വരവെങ്കിൽ ഒരു കൂട്ടം ജനം ഈ ലോകത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടും. മേഘപ്രത്യക്ഷത എപ്പോൾ സംഭവിക്കുമെന്ന് അറിയാത്തതിനാൽ അത് സംഭവിക്കുന്നത് വരെ ദൈവജനത്തിന് ഈ അന്ധകാര ലോക ജീവിതത്തിൽ തങ്ങളുടെ യാത്ര എവിടെ വരെയായി എന്ന് മനസ്സിലാക്കുവാൻ ഒരു ദീപം പോലെ ഉപയോഗിക്കുവാനാണ് ദൈവം ബൈബിളിൽ പ്രവചനം പ്രദാനം ചെയ്തിരിക്കുന്നത്. സമയം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത യേശു മെശിഹായുടെ മേഘപ്രത്യക്ഷത സംഭവിച്ചാൽ പിന്നീടുള്ള ദൈവിക കാര്യപരിപാടികളുടെ പട്ടിക ബൈബിളിലൂടെ ഗ്രഹിക്കാവുന്നതാണ്. മേഘപ്രത്യക്ഷതയോടു കൂടെ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഏക ലോക ഗവൺമെന്റ് ഉടലെടുക്കും. എതിർ ക്രിസ്തുവിന്റെ ആ കരുണയില്ലാത്ത 7 വർഷത്തെ ഭരണകാലത്തിന് മഹോദ്രവകാലം എന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത്. മഹോദ്രവകാലത്തിന്റെ അവസാനത്തിൽ ഹർമഗദോൻ യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തോടു കൂടി യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയും 1000 ആണ്ട് വാഴ്ചയും ആരംഭിക്കും. അതിനെ തുടർന്ന് പുതുവാനഭൂമിയിലെ വാഴ്ചയും അനന്തരം നിത്യതയും തുടങ്ങും. ഈ വിധത്തിലാണ് വിശുദ്ധ ബൈബിളിൽ ദൈവം ഭാവികാല സംഭവങ്ങളുടെ രൂപരേഖ തന്നിരിക്കുന്നത്. ലോകം ഇന്ന് ഏറ്റവും ഭയാനകമായ നാശത്തിന്റെ പെരുവഴിയിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് ചിന്താശീലരായ എല്ലാവരും തലകുലുക്കി സമ്മതിക്കും. ഈ വിനാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി ഒരൊറ്റ മാർഗം മാത്രമേ മാനവരാശിയുടെ മുമ്പിലുള്ളൂ. അത് യേശു മെശിഹായുടെ മടങ്ങി വരവാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.